മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മുഖപത്രമായ റിസാല വാരികയിലാണ് വിമർശനം. പിണറായി വിജയൻ ആരുടെ PR ഏജൻസി എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേർന്നു. ശിവദാസ്, ഈ മുഖപ്രസംഗത്തിലുടനീളം എന്താണ് വ്യക്തമാക്കുന്നത്? വീണ, മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ CPM-നും എതിരായ ശക്തമായ വിമർശനമാണ് ഈ മുഖപത്രത്തിൽ ഉള്ളത്. SSF-ന്റെ മുഖപത്രമായ റിസാല വാരികയിലാണ് ഇത്തരത്തിൽ, അവരുടെ എഡിറ്റോറിയൽ പേജിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ CPM-നെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും അതോടൊപ്പം ഇടതുപക്ഷവും വലതുപക്ഷത്തെ പോലെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ വലത്തോട്ട് ചെരിഞ്ഞ് ഇടത് ഭാഗത്തൂടെ മുന്നോട്ട് നടക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ADGP-യുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയാണ് അതിലെ പ്രധാന പരാമർശങ്ങൾ. ഇതിനെതിരെ പരാമർശങ്ങൾ അവർ ഉന്നയിക്കുന്നത്. RSS-മായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായൊരു നിലപാടില്ല. പല രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPM മൗനം തുടരുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രസ്താവനകൾ തുടർച്ചയായി മുഖ്യമന്ത്രി നടത്തുകയാണ്. മലപ്പുറം ജില്ലയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ വിവാദമാകുമ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊന്നും തന്നെ ഇടപെടുന്നില്ല എന്നാണ് SSF-ന്റെ ഈ മുഖപത്രത്തിൽ പറയുന്നത്. നമുക്കറിയാം, SSF കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. സുന്നി ഫെഡറേഷൻ സംഘടന, അവർ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കാന്തപുരം വിഭാഗം തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഇപ്പോൾ ഈ വിവാദം വന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെയും CPM-നെയും തുടർച്ചയായി അവർ വിമർശിക്കുന്നത്. നമുക്കറിയാം, സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അടക്കം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് മുഖ്യമന്ത്രിയെയും CPM-നെയും കടന്നാക്രമിക്കുന്നു. ഇത് RSS-യുമായി കൂടിക്കാഴ്ച, ADGP കൂടിക്കാഴ്ച നടത്തി എന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഉള്ള ഒരു ആക്രമണം. ന്യൂനപക്ഷ സംഘടനകൾ അവരുടെ നിലനിൽപ്പിനെ CPM ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ CPM അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന തരത്തിൽ തുടർച്ചയായി തന്നെ ഇപ്പോൾ പ്രചാരണം നടത്തുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തുന്നത്. ഇത് CPM-നെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ ഉള്ളത്. നേരത്തെ തന്നെ ന്യൂനപക്ഷ പ്രീണനത്തിൽ ഊന്നിയാണ് CPM-ന്റെയും അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെയും എല്ലാം തന്നെ പ്രവർത്തനം, ഇടത് സർക്കാരിന്റെ പ്രവർത്തനം അത്തരത്തിലുള്ളതാണ്. പക്ഷേ ഇത് ഈ ADGP RSS വിവാദത്തെ കൂട്ടുപിടിച്ച് ന്യൂനപക്ഷത്തെ അവഗണിക്കുകയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് CPM-നെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ്. ഇതുവഴി അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴിയൊരുക്കുക എന്നതുമാണ് അവരുടെ പ്രധാന ലക്ഷ്യം. വീണ.